LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ തിളങ്ങുന്ന അധ്യായമായ കൊച്ചി മെട്രോയ്ക്ക് ഇന്ന് 8 വയസ്സ്. സർവീസ് ആരംഭിച്ചതിന്റെ 8ാം വാർഷികം ആഘോഷിക്കുന്ന കൊച്ചി മെട്രോ ഇന്ന് സംസ്ഥാനത്തെയും രാജ്യത്തെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ശക്തമായ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിൽ വിജയകരമായി മെട്രോ റെയിലും വാട്ടർ മെട്രോയും സ്ഥാപിച്ച KMRL തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറാവുകയാണ്. 2017 ജൂൺ 17-നാണ് കൊച്ചിക്ക് മുകളിലൂടെ മെട്രോ ട്രെയിനുകൾ കുതിച്ചു തുടങ്ങിയത്. അതുവരെ മലയാളികൾക്ക് പരിചിതമല്ലാതിരുന്ന യാത്രാ സംവിധാനത്തെ യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇപ്പോൾ പ്രതിദിനം 1 ലക്ഷത്തിലധികം പേരാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് മെട്രോ എന്ന ചോദ്യത്തിന് യാത്രക്കാർക്കെല്ലാം ഒറ്റ മറുപടി: നമുക്ക് ബസ്സൊക്കെ മിസ്സായ ബ്ലോക്കില്ലാണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ മെട്രോ ഇല്ലാണ്ട് നമുക്കൊരു ഉപകാരമുണ്ട്. അല്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ ചെന്നാലും എന്നെ സംബന്ധിച്ച് ഒരുപാട് ജോലി വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നും വണ്ടിക്ക് ആലുവ വരെ പോയി വരികയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കൂടാണ്ട് ബ്ലോക്കും ഭയങ്കര ആയിരിക്കും. പക്ഷേ മെട്രോ ഉള്ളതുകൊണ്ട് 40 മിനിറ്റ്സിന് ആലുവയിൽ എത്തുകയും ചെയ്യും. പിന്നെ മറ്റേ മെട്രോയുടെ കാർഡുള്ള കാരണം എമൗണ്ട്സ് കുറേ സേവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കൊച്ചിയിൽ KMRL സ്ഥാപിച്ച മെട്രോ ഇന്ന് സുസ്ഥിര നഗര ഗതാഗത വികസന രംഗത്തെ ദേശീയ ബ്രാൻഡായി മാറി. സ്വന്തമായി വാങ്ങിയ 15 ബസ്സുകളുമായി നഗരത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും മെട്രോ സേവനം വിപുലീകരിച്ചിട്ടുണ്ട്. ഹൈക്കോട്ട് നിന്ന് തേവര വരെയുള്ള റൂട്ടിൽ എലിവേറ്റഡ് ട്രാം സർവീസിനുള്ള സാധ്യതാ പഠനത്തിനും KMRL ഒരുങ്ങുകയാണ്. 2ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി പാലാരിവട്ടം കാക്കനാട് ഇൻഫോ പാർക്ക് റൂട്ടിൽ മെട്രോ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 3ാം ഘട്ടമായി ആലുവ അങ്കമാലി റൂട്ടിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.